ഒരാണാ. അതിൽ ഞാനാണ് ഭ്രാന്തൻ. എന്നുവെച്ചാല് 5 ആളുള്ള പെങ്ങന്മാരെ വീട്ടിലും ഒരു മഞ്ഞൾ കുഴിച്ചിടുക ഞാൻ പോണു, ചേമ്പ് കുഴിച്ചിടുക ഞാൻ പോണു, കൂട കെട്ടുക ഞാൻ പോണു. ഈ മൈ ലൈഫിൽ വന്നതിന് ശേഷം ബൈക്ക് പോക്കില്ല. രക്ഷപ്പെടണം. പല മേഖലയിൽ പല ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. കുറ്റ്യാടി അച്ഛനെ കഴുകുമ്മക്കാറ്റു, പിന്നെ തെങ്ങുമ്മക്കാറ്റുള്ള അച്ഛൻ്റെ പണി. ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മരുത്തം വന്ന് വീണ എൻ്റെ അച്ഛനാണ്. അങ്ങനെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അവിടുന്ന് 3 മാസം 4 മാസം അവിടുന്ന് വെട്ടി പേരെല്ലാം വെട്ടി നാട്ടിൽ വെത്തുമ്പക്ക് ഞാൻ ഈ സ്കൂൾ പോക്കോടിക്കാനും. അപ്പോൾ ഞാൻ അവിടുന്ന് വരുമ്പോഴേക്ക് ഇവിടെ സ്കൂൾ പൂട്ടിപ്പോയിക്കുണ്ടാവും. പിന്നീട് എനിക്ക് സ്കൂളിൽ പോയി 7ാം ക്ലാസ് വരെ ഞാൻ പോയിക്ക്. 5ാം ക്ലാസ്സിൽ ഞാൻ വരെ എത്തി. അന്നേരം സംഭവിക്കുന്ന അച്ഛൻ വീഴുമോ. പിന്നെ എനിക്ക് വീട്ടിൽ ഒരു പ്രശ്നം ജീവിക്കാനുള്ള ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾക്ക്. അമ്മ കൂലിപ്പണിയാണ്, ബയലിൽ പോയിട്ട് ഞാറ് നടും, നെല്ല് കൊയ്യും, ഇത് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിലുമാണ്. ഞാൻ ഇവിടെ നേരിട്ട് കുറ്റ്യാടിപ്പോയി കുറേ ഹോട്ടലുകൾ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും പണി തരുമോ. എനിക്കൊരു പണി പറഞ്ഞുകൂടാ. പിന്നെ ഒരു ഹോട്ടലിൽ ഞാൻ പ്ലേറ്റ് മുറാൻ നിന്ന് 6 മണി തൊട്ടിട്ട് 12 മണി വരെ പ്ലേറ്റ് മുറണം ഞാൻ. 8 ഉറുപ്യ കൂലി. അവിടെ പിടിച്ച് നിന്ന് 12 മണി കഴിഞ്ഞാൽ ഹോട്ടൽ പൂട്ടിയാൽ ഈ ഹോട്ടലിലെ ക്ലാസ്സും മേശയും അവിടുത്തെ ചെമ്പ് തീർത്ത് തേച്ചു പറയിട്ട് പിന്നെ ഞാൻ ആ ഇടുന്ന ഷർട്ട് ഒരു മുണ്ടുണ്ടാവും, സാബൂനുണ്ടാവും, അതിനെ കൊണ്ട് അലക്കും, അതിനെ കൊണ്ട് കുളിക്കും. ആടെ 12 മണി കഴിഞ്ഞാൽ ഉറങ്ങാനാവുമല്ല. കറി വെച്ച ചെമ്പെല്ലാം കൈമെന്നങ്ങനെ പൊഴഞ്ഞ് കളിക്കും. പിന്നെ കുറേ ആടെ പിടിച്ചു നിന്ന് എനിക്കത് നടക്കൂലെന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് വന്ന് തെങ്ങുമ്മക്കാരൻ്റെ അടുത്ത് പോയിട്ട് തേങ്ങ എടുത്തിട്ടെടുത്താൽ ഒരു തേങ്ങ കിട്ടും. അതാ മാണ്ടു. അന്നേരം 2 ഉറുപ്പ്യൻ്റെ തേങ്ങ മാണ്ടു. അതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. പിന്നെ ഞാൻ ചെയ്ത് നാട്ടുകാരോട് കൈക്കോട്ട് പണിക്ക് പോയി, നാടൻ പണി പോയി. എന്തെന്നാ ചെയ്യുന്നത്. ചാണകം കൊണ്ടിടാൻ പോയിട്ടുണ്ട്, തെങ്ങൂർക്കാൻ പോയിട്ടുണ്ട്, റോഡ് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ സൈക്കിളിന്റെ മുകളിൽ ഐസ്ക്രീം അത് കുറെ കൊണ്ടുപോയി. പിന്നെ എനിക്ക് ഡ്രൈവിങ് പഠിക്കണം എന്നൊരു പൂതി എനിക്ക്. ഇപ്പോ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ കുറ്റ്യാടി ഏറ്റവും കൂടുതൽ ജീപ്പ് ഉണ്ടാവുക. വെച്ചാൽ നമ്മളെ കോളേജിന്റെ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ നിന്ന് അങ്ങ് താഴെ ഒരു ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പിലെല്ലാം ഓരോ ക്ലീനർമാരുണ്ടാവും. അതിൽ ഒരു ദിവസം ഞാനും ഉണ്ട്, 2-3 ദിവസം. ഒരു ദിവസം ഹർത്താലായ സമയത്ത് ഡ്രൈവർ നമുക്ക് മുള്ളംകുന്നിലേക്ക് ട്രിപ്പ് അടിക്കാൻ തുടങ്ങി. എൻ്റെ വേഷം എന്ന് വെച്ചാൽ ഒരു ഊരി പോകുന്ന പോലീസുകാർ മുണ്ടും ഉണ്ട്, ഒരു ഷർട്ടും ഉണ്ട്. അത് ജീപ്പിൽ ക്ലീനറൊക്കെ തുമ്പത്ത് തൂങ്ങി നിൽക്കണം. അങ്ങോട്ട് ഞാൻ പോയിക്ക്. പിന്നെയും ഇങ്ങോട്ട് പിന്നെ മുണ്ടില്ല എനിക്ക്. മുണ്ട് എവിടെയോ മാറിപ്പോയിക്ക്. ഇതിന്റെ പുറത്ത് വിട്ടാലോ. അപ്പോൾ ഞാൻ ഡ്രൈവർ അവിടെ നിർത്തി. അപ്പോൾ ഞാൻ വെച്ച് റോഡ് സൈഡിൽ നിന്ന് മാമാടി കുട്ടി അമ്മ നിൽക്കുമ്പോൾ കൈകൊണ്ട് ബേക്കും മുന്നെല്ലാം പൊത്തി മുണ്ടില്ല ഷഡ്ഡിയോടെ നിന്ന് ഞാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞേരം കാണാം ഒരു സൈക്കിളിൽ ഒരു ഏട്ടൻ മുണ്ടായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ പൈസ ഒന്നും കിട്ടില്ല. 5 ഉറുപ്പ്യ എനിക്ക് തന്നിക്ക്. വരുമാനമില്ല. ഞാനത് ഒഴിവാക്കിയ ശേഷം പിന്നെ നാട്ടിലേക്ക് വന്ന് പിന്നെ ഞാൻ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഹോട്ടലിന് പിന്നെ പൊങ്ങമ്മന 2 ആളെ കല്യാണം അച്ഛൻ കഴിച്ചു. ബാക്കിയുള്ള കല്യാണം ഞാൻ കഴിച്ചതാണ്. വെച്ചാല് ചെറുപ്പത്തിൽ ഞാൻ പറ്റ് കഴിക്കാൻ പറഞ്ഞു. നാട്ടുകാർ 9,000 ഉറുപ്പ്യ കിട്ടി. പൊങ്ങന്മാരെ കല്യാണം എല്ലാം കഴിച്ച് അന്നോട്ട് കഷ്ടപ്പെടുന്നു. ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഈ അവസരം എനിക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഏന്നിലും ഞാനിപ്പോൾ ആരോട് എന്ത് പറഞ്ഞാലും ഓക്കെയാ. അതിപ്പോൾ നമ്മൾ ഒരു ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ അത് മനസ്സറിഞ്ഞാൽ ഞാൻ കൊടുക്കുക. അതിനെനിക്ക് റിസൾട്ട് ഉണ്ട്. നമ്മൾ ഇത് പറ്റിക്കുന്ന പരിപാടിയാണ്. നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ ഇത് ആരും പെട്ടെന്ന് ഏറ്റെടുക്കുകയല്ല. എന്താണ്ടാ ഇവർക്ക് ഇത് അറിഞ്ഞുകൂടാ. ഇനി പകുതിയിലധികം ആൾക്കാരിങ്ങ് പോന്നിക്കില്ല, നമ്മളോട് പോന്നിക്കില്ല. ഒരുപാട് ആളിങ്ങനെ കുറ്റം പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാ. എൻ്റെ കമ്പനിക്കാർക്ക് തൻ്റെ കൂടി പോന്നിക്കോ ഇല്ല, ഞാനെന്താവും ഇവ നിൽക്കോളി. ഞാൻ ഒരു വന്നേം പാടി എന്നോട് മനഞ്ഞു കുടുങ്ങിപ്പോയോ. അന്ന് ഞാൻ ചോദിച്ചു എന്താ കഞ്ചാവോ ബ്രാൻഡിയോ മയക്ക് വരുന്ന വിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്. ഞാൻ അതൊന്നും നോക്കിയില്ല. എന്നെങ്കിലും ഒരു കൊല്ലം വരെ നിങ്ങൾ കുറ്റ്യാടി ഒരു ഭാഗത്ത് എനിക്കൊരാരുമില്ല. ഞാൻ എന്ത് ചെയ്യും, ഉൽപ്പന്നം വെക്കും, അതിന് പൈസ കിട്ടും. ആ പൈസക്ക് കുറ്റ്യാടിയാൻ വരും. നിങ്ങളല്ലാന്നെങ്കിൽ 3 മാസങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ ഇട്ടേച്ച് പോയിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പ് ആരെങ്കിലും ഒരു ദിവസം നമ്മളെ ഏറ്റുപിടിക്കാൻ വരൂന്നേ. ആ വിശ്വാസം എനിക്കുള്ളൂ. അങ്ങനെ വന്നിട്ടാ ഞാനിപ്പോ ATC റാങ്കിൽ എത്തിയത്. ഇതായതാ ഇത് നമ്മൾ കമ്പ വലിക്കുക കാണല്ലേ, അപ്പുറം ഇപ്പുറം കുറച്ചാൾ ചൂടിയിട്ട് വലിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരു പിടുത്തങ്ങ് പിടിച്ചെടുത്താൽ കൂടെ വലിക്കാൻ ആളുടെ നമ്മൾ പിടിക്കാം. അതാ നമ്മളെ വിജയം. അപ്പം ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവൂല. അപ്പൊ ഇന്നിപ്പോ ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ ഒരു പേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ മൊബൈൽ നമ്പർ എഴുതി അങ്ങോട്ടേക്കും ഞാൻ. ചില കമ്പനികളെ പെട്ടെന്ന് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പൈസ നമുക്ക് വാങ്ങൂല. ഞാൻ നിങ്ങൾ ഉപയോഗിക്കും, എന്നെ വിളിക്കാൻ അതിൽ നമ്പർ ഉണ്ട്, ഇങ്ങോട്ട് വിളിക്കും.
ഒന്നെങ്കിലും പറയുന്നത് അങ്ങനെ സാധനം കുഴപ്പമൊന്നുമില്ല, അതിന്റെ വില ഇതിലുള്ള വലിയ വില, ഞാൻ അങ്ങോട്ട് വരും, അഡ്രസ്സും കാര്യമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചില ആൾക്കാർ നമ്മളോട് പറയും കുമാരേട്ടൻ നിർത്തി കാണിക്കല്ലോ, രാധെടുത്ത് നിർത്തി കാണിക്കല്ലോ. എന്താ നിർത്താൻ കാരണം? നിങ്ങൾ ഷോപ്പ് കുറ്റ്യാടിയോ പേരാമ്പ്രയോ തുണിക്കട നടത്തി കഴിഞ്ഞാൽ, നിങ്ങൾ കോഴിക്കോട് നിന്ന് തുണിയൊക്കെ എടുത്ത് നിങ്ങൾ ഷോപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആ ഷോപ്പ് ക്ലിയർ ആയിട്ട് തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് പൂട്ടേണ്ടി വരും. അത് തന്നെ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. കോഴിക്കോട് തുണിയില്ലായിട്ടാ, കമ്പനിയിൽ ഇഷ്ടംമാതിരി തുണിയില്ലേ. ഇങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവുമല്ല. എല്ലാവർക്കും ദൈവഭാഗ്യം ഉണ്ടാവുമല്ല. ഇന്ന് വീഡിയോയിലുള്ളൂ ഇല്ലാത്ത നമ്മളെല്ലാം ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഇപ്പൊ PSC പരീക്ഷ എഴുതിയ ആൾക്കാർ ഒരുപാട്, എല്ലാവർക്കും ജോലി കിട്ടിയിട്ട ഇനി ഭാഗ്യമാണ്. ഈ മൈ ലൈഫ് കുടുംബത്തിൽ വരാൻ ഒരു ഭാഗ്യമാണ്. ഇന്ന് എനിക്ക് ഏട്ടനും അനിയന്മാരൊന്നുമില്ല. ഇന്ന് ഇതിൽ വന്നു നോക്കുമ്പോ ഒരുപാട് ഏട്ടന്മാരും അനിയന്മാരും പെങ്ങന്മാരും ഉണ്ടാകുമ്പോ നിങ്ങൾ എന്റെ കുടുംബത്തിനെ വിളിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ മൈ ലൈഫ് കുടുംബക്കാരെ ഞാൻ വിളിക്കുമ്പോ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. ഈ വലിയ ബന്ധങ്ങൾ എനിക്ക് പൈസ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വേറെ ഒന്നും വേണ്ട. ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും ബാബുവേട്ടാ എന്തെല്ലാം ഉണ്ട് വിശേഷം, ഇതാ മാണ്ടു എനിക്ക്. അത് 2,10,000 കിട്ടിയവല്ല, ഞാൻ ഏടപ്പായാലും എനിക്കൊരു പൈസ വരുവാണ്ട്, 210 വരുവാണ്ട് എന്ന് പറഞ്ഞ ഏടുന്നാലും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ഈ അമ്പല കമ്മിറ്റിയിലെല്ലാം ഉണ്ടാവും. അമ്പലത്തെ കമ്മിറ്റിയിൽ നമ്മൾ ഒരു വീട്ടിൽ പിരിവിന് പോകുമ്പോൾ നമ്മൾ ഇന്ന ആളെ വീട്ടിൽ പോയാൽ നമുക്കൊരു 100 റുപ്യ കിട്ടും. അങ്ങനെ ഞങ്ങൾക്കൊരു കണക്കുണ്ട്. ഇപ്പൊ ഇന്ന് പോലെ ഷീട്ടിൽ ഇന്ന ആളെ വീട്ടിൽ പോയാൽ 500 റുപ്യ നമുക്ക് പിരിവിന് കിട്ടും. ഇന്ന് പോലെ ഷീട്ടിൽ എൻ്റെ പേരുണ്ട് 500 റുപ്യൻ്റെ. 500 റുപ്യ ഒരു ജനങ്ങളെ വില ഇരുത്തി കഴിഞ്ഞ് ഇപ്പൊ സ്റ്റാർ റാങ്കിൽ എത്തിയറും എന്റെ നാട്ടില് ഒരു ആഗസ്റ്റ് 5-ന് എന്നോട് കുടുംബശ്രീയിൽ പെണ്ണുങ്ങൾ പറഞ്ഞ നാളെ പതാക ഉയർത്താൻ വരണം ബാവട്ടങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാ എന്നെ വിളിക്കുന്നത്? അതിന്റെ വീട്ടിന്റെ അടുത്ത് റിട്ടയർഡായ മിലിറ്ററിക്കാരുണ്ട്, മാഷന്മാരുണ്ട്, വലിയ വലിയ ജോലിയുണ്ട്, എന്നെ കാട്ടിയും പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്നെ ക്ഷണിച്ചപ്പം ഞാൻ പോയി പതാക സ്വതന്ത്രമായി ഞാൻ ഉയർത്തി കൊടുത്ത്. അപ്പൊ എന്ത് തോന്നി, ഇവൾക്ക് എന്നെ തോന്നി, എനിക്ക് എന്നെ തോന്നി എന്തെല്ലോ മാറ്റം എന്നെ കൊണ്ട് ചർച്ചാ വിഷയമായി. ബാബു എന്നെ കൊണ്ടൊരു പതാക ഉയർത്തണമെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ കൊണ്ടൊരു പുള്ള ഷർട്ടും മുണ്ട് വെച്ചാൽ ഇവളെ മുന്നിൽപ്പെട്ട ഡീസൻ്റ് ആയിട്ട് പോകും. ഞാൻ വെച്ചാൽ ആദ്യം എനിക്ക് അങ്ങനെ പോകാനായില്ലേനു. ഇന്നിപ്പോ ഞാൻ വെച്ചാല് പെയിന്റ് 2 സ്ഥലത്തിട്ട് പോവില്ല, ഉള്ളത് അന്തരമായി. ഇപ്പം ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ടീമായിട്ട് വരുന്നുണ്ട്. ആ ടീമിനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. നമ്മൾ ഈ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് കാര്യമല്ല. നമുക്ക് അവർക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഈ അച്ഛനുണ്ട്, അച്ചാച്ചനുണ്ട്, വല്യച്ഛനുണ്ട്, നമ്മളെ ലീഡറുടെ മേലോട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാം നമുക്ക് ഉപയോഗിച്ച് നമ്മൾ രക്ഷപ്പെടും. നമ്മൾ കൊണ്ടുവന്ന ലീഡർമാരെ കുറ്റവും പറഞ്ഞു നിന്നാൽ നമ്മൾ ഒരിക്കലും നമ്മളാരും രക്ഷപ്പെടുകയില്ല. ഈ കൊണ്ടുവന്ന ലീഡർ ഇത് ചെയ്യുന്നില്ലേ, നമ്മൾ എന്തിനാണ് നിർത്തിയത്? നമ്മളെ ലീഡർ നമുക്കൊരു അവസരം തന്നത്, അയാൾ നമ്മളെ കൂടെ കാണുന്നില്ല. ഈ അവസരം നമ്മൾ ഏറ്റുപിടിക്കണം. ലീഡർ വിളിച്ചില്ലല്ലോ, എന്നെ കണ്ടിട്ട് മിണ്ടിയില്ലല്ലോ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കൊരു 5 സെന്റ് സ്ഥലം ഒരാളെ കെയറോപ്പിൽ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ കൃഷി ഇറക്കണം, അവിടെ എങ്ങനെ വെളിവ് ഉണ്ടാക്കണം അദ്ദേഹം പറഞ്ഞു തരും. അയാൾ പറയുമ്പോൾ നമ്മൾ കേട്ടിക്കില്ലെങ്കിൽ നമ്മളെ കച്ചവടം മുന്നോട്ട് പോവോ? അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം. മൈ ലൈഫിൽ വന്നോപ്പം ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ പെയിന്റിന്റെ പണിയും കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിന്റെ മൂലയിൽ കുത്തിരിക്കും. സ്കൂൾ പഠിക്കുന്ന കഥ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. 5-ാം ക്ലാസ്സിൽ തന്നെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ബാഗിൻ്റെ അടുത്തില്ല, കുടയില്ല, ചെരുപ്പില്ല, മുടിവെട്ടിക്കാൻ വലിയ ഒരു ട്രൗസറും ഒരു ചന്ദന കളർ കുപ്പായിട്ടിട്ട് 5-ാം ക്ലാസ്സിൽ ചെന്ന പാട് അവിടെ ഇരുന്ന് പുതിയ കുട്ടികളെല്ലാവരുടെ കയ്യിലും ബാഗും കുടയും. ഉച്ചക്ക് ചോറെല്ലാം ഉണ്ടാവും. ഞങ്ങൾക്ക് ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാവില്ല. ഞാൻ രാവിലെ അവിടുന്ന് പഴയം ചോറ് നിന്നിട്ട് സ്കൂളിലേക്ക് പോവുക. വെച്ചാൽ വെള്ളം കൊണ്ടുവരണം, കുളിക്കാൻ കറണ്ട് ഉണ്ടാവുമല്ല. അല്ലെങ്കിൽ കുളിക്കണമെങ്കിൽ മയത്ത് നമ്മളെ ചെമ്പെടുത്ത് വെക്കണം. എന്നിട്ടുള്ള ഞാൻ പോകും. എന്നിട്ട് പോയി ചെന്നേമ്പാടും മാഷ്മാർ കുട്ടികളെല്ലാം പരിചയപ്പെടുത്തി, എൻ്റെ പേരെന്താണോ, എൻ്റെ പേര് ബാബു എന്ന സ്ഥലത്ത്. മാഷൊരു ചോദിച്ചു, ഈ ചിത്രം വരക്കുന്ന ആർക്കെങ്കിലും അറിയാവോന്ന് ചോദിച്ചു. എല്ലാവരും ആർക്കും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, നാളെ നിങ്ങൾ എല്ലാവരും വരുമ്പോ ഒരു കളർ പെൻസിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എല്ലാവരും ഓരോ പേക്ക് കളർ പെൻസിൽ കൊണ്ടുവന്ന്. ഞാൻ കളർ പെൻസിലും ഉപയോഗിക്കില്ല, എനിക്ക് ഇവിടുന്ന് മാറ്റി തരുമല്ലോ, പൈസ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഞാൻ പോകാണ്ട് നിൽക്കില്ല. ഞാനും പോയി സ്കൂളിൽ. മാഷ് ക്ലാസ്സിൽ വന്ന് എല്ലാവരും കളർ പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ മിണ്ടിക്കില്ല. ഞങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഒരു വെള്ള പേപ്പർ എടുക്ക്. എല്ലാവരും വെള്ള പേപ്പർ എടുത്ത് ഞാനും എൻ്റെ വേണ്ടുന്ന ഒരു വെള്ള പേപ്പർ അടിച്ച് അതിൻ്റെ മേലെ ഞങ്ങൾ ഓരോരുത്തർ പേരെഴുതി. എല്ലാവരും പേരെഴുതി, ഞാനും എഴുതി.
മാഷ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം പേപ്പറിൽ വരച്ചിട്ട് എൻ്റെ മേശപ്പുറത്ത് കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ കുട്ടികൾ ഓരോ ചിത്രം വരക്കൽ തുടങ്ങി. എനിക്ക് ചിത്രം വരക്കുന്ന അറിഞ്ഞുകൂടാ. എൻ്റെ ബെഞ്ചുമേൽ 6 ആളുണ്ട്, എൻ്റെ തമ്പത്ത് ഞാനും ഇരിക്കുന്നുണ്ട്. ഞാൻ ഓരോരുത്തരോട് ഓരോ പെൻസിൽ വാങ്ങിയിട്ട് വെള്ള പേപ്പറിൽ ഓരോ ചായം നോക്കും, ഇങ്ങനെ ഉരച്ചൊരച്ച് നോക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പെൻസിൽ പിന്നെ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ അങ്ങനെ 8ാമത്തെ പെൻസിൽ ഞാൻ എടുക്കാൻ നോക്കുമ്പോൾ മാഷ് പറഞ്ഞു, വരച്ചത് മതി, അത്ര മതി. ഞാൻ പെൻസിൽ കൊണ്ടാ കളർ ചായം നോക്കിക്കൊള്ളു. അപ്പോൾ എല്ലാവരും വരച്ച് മേശപ്പുറത്ത് കൊണ്ടാക്കുമ്പോൾ എൻ്റെ പേപ്പർ ഞാൻ കൊടുത്തില്ല. എൻ്റെ അടുത്തുള്ള കമ്പനിക്കാരൻ ആ പേപ്പർ പിടിച്ചു കയറ്റി ആ മേശപ്പുറത്ത് കൊണ്ടാച്ചു. മേശപ്പുറത്ത് കൊണ്ടാച്ചു തരാം എല്ലാ പേപ്പറും നോക്കി മാഷ് ചോദിച്ച്, ഇതിൽ ബാബു ആരടോ എന്ന് ചോദിച്ചു. എനിക്ക് ഉറപ്പാ എന്നെ തന്നെയാ വിളിക്കുക, ഞാനിത് വരച്ചിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നോട് എണീച്ചിരിക്കാൻ പറഞ്ഞു. എണീച്ചു മാഷ് പറഞ്ഞു, ചിത്രം വരച്ചത് ഏറ്റവും ഫസ്റ്റ് ബാബുവിനാണെന്ന് പറഞ്ഞു. പഠിച്ചോനെ, അത് എന്നെ സ്വീപ്പാക്കിയെന്നാണല്ലോ മാഷെ, എനിക്ക് തോന്നി. അപ്പോൾ അടുത്തുള്ള ഒരു കുട്ടി ചോദിച്ച്, സാറേ ബാബു ഏത് ചിത്രമാണ് വരച്ചത്? മാഷ് പറഞ്ഞു, ബാബു ചിത്രമല്ല വരച്ചത്, ബാബു വരച്ചത് മഴവില്ലാണ്. മാഷ്ക്ക് അത് മഴവില്ലായിട്ടാ തോന്നിയത്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഇടുന്ന മഴവില്ല് കാണുവേ. പിന്നെ എനിക്ക് മനസ്സിലായി ആ മഴവില്ലിന്റെ കളർ കളറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അറിയാണ്ട് കൊടുത്തതാ, ഞാൻ അറിഞ്ഞിടല്ല. അത് ക്ലാസ്സിൽ ചിത്രം വരക്കുന്ന ഏറ്റവും ഫസ്റ്റ് ഞാനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ മൈ ലൈഫിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ നിന്നാൽ ഏടുന്നാ ജയിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഒരു സമയം ഒരു നല്ല പവറായിട്ടുണ്ട് ഒരു സൈഡ്, പിന്നെ നിങ്ങളുടെ ആള് വരുമെന്ന്. പിന്നെ ക്ലാസ്സിൽ ഞാൻ ആ ചിത്രം വരക്കുന്ന ആള്. അതുപോലെ നിങ്ങൾക്ക് ഈ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ചില ഐഡിയ അടിക്കുമ്പോൾ ഒരു വീട്ടിൽ നമ്മൾ 100 പോയി കഴിഞ്ഞാലും ചില ആൾക്കാർ നമ്മളോടി പോരൂല. എന്താന്ന് വെച്ചാൽ അവർക്ക് ഇതിന്റെ സാധ്യത അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം വീട്ടുകാരെടുത്ത് പോയിട്ട് പല കോലത്തുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടാവും, ഇതേതാ കമ്പനി, ഇത് കുടിച്ചാൽ മരിച്ചു പോകൂലെ, ഇഞ്ഞാരെ ഇതിന് പറഞ്ഞാച്ചത്, ഇതപ്പം തുടങ്ങിയതാ. ഇതൊക്കെ ഇങ്ങനെ ചൂടാകുന്ന ആൾക്കാർ നമ്മളോടിക്ക് പോരും. ആദ്യം ഒന്ന് പാളി കത്തിക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കെട്ടുപോകുന്നേ. ആ പാളി കത്തുന്നതിന് കൂട്ടി പിടിച്ചോളി. വല്ല നനഞ്ഞ് പോയിഞ്ഞ് കളിക്കുന്നിട്ട് നിങ്ങൾ പോകണ്ടേക്കും. ഞാൻ അങ്ങനെ തന്നെ. ആദ്യം നമ്മളൊരു വീട്ടുകാർ മനസ്സിലാക്കണം. ചെന്നപാട് പ്ലാനൊന്നും പറയണ്ടേക്ക്. ചില കുടുംബശ്രീന്റെ പൈസ കൊടുത്തിക്കല്ലേ പ്രശ്നമുള്ള വീട് ഉണ്ടാവും, ഇല്ലെങ്കിൽ 30 വടിയും പോവാൻ നോക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളെ ആളെ മനസ്സിലാക്കിയിട്ട് പ്ലാൻ കൊടുക്കണം. അത് സമയം നമ്മൾ കൊടുക്കണം, സബൂറുമാണ്. ഈ ജയിക്കണമെങ്കിൽ ഏറ്റവും വേണ്ടിയത് നമ്മളെ സ്വഭാവം അങ്ങ് മാറ്റിക്കളിയാ. നല്ല നമ്മളെ കൊണ്ടുവന്ന ലീഡർ നമ്മളെ കണ്ടിട്ടുണ്ടാവും, എന്തോ വലിയ തിരക്കുണ്ടാവും, നമ്മളെ ഏരിയത്തൂടെ പോയിക്കുണ്ടാവും. നമ്മളൊരിക്കൽ മുൻപ് സമയം അയാൾക്ക് കിട്ടിയിക്കില്ല, നമ്മളെ കൊമ്പിച്ച് നിൽക്കണ്ടേക്ക്, എന്നെ കണ്ടിട്ട് മിണ്ടിയിക്കില്ല, എന്നല്ലേ കൊണ്ടുവന്നാണ്. നമുക്കെല്ലാം ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല ജീവിതത്തിൽ. അപ്പൊ ഞാൻ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിക്കില്ലേ, നമ്മളെല്ലാവരും ഒരു കച്ച കെട്ടി ഇറങ്ങിയ ആൾക്കാരാ. നമ്മൾ മക്കൾ ചോദിക്കുന്നുണ്ട് എൻ്റെ പടി, അച്ഛൻ രാവിലെ പോകും, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ മീറ്റിങ്ങിന്, എന്തെന്നാ കിട്ടുന്നത്? മോനെ ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്ന് കൃഷി ഇറക്കുന്നുണ്ട്, ഈ വിളവിന് ഞാൻ നാളെ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഈ വിളവ് നിങ്ങൾക്കുള്ളതാ എന്ന് പറഞ്ഞ് മനസ്സിലങ്ങോട്ടാക്കി കൊടുത്ത്. ഇപ്പൊ മക്കളൊന്നും മിണ്ടലില്ല, അച്ഛൻ പോട് തന്നെയാ പറയല്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, കൂടെ വന്നൂല അറിഞ്ഞുകൂടെങ്കിൽ ആ വീട്ടിൽ പോവാ സമയത്ത് ഇരുന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എല്ലാം കുടിച്ച് അവരോട് നല്ല ലോയത്വത്തോടെ അവരെ ബീബി എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ ഇന്ന റാങ്കിലേക്ക് എത്ര ഉറുപ്പ്യന്റെ കുറവുണ്ട് അത് നോക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഒരു ഷീട്ടാക്ക്, എന്നിട്ട് അവര് റാങ്കിൽ എത്തിച്ചു നോക്കി. പിന്നെ നിങ്ങൾ പോലെ തിരിഞ്ഞു നോക്കണ്ട പോലെ ആയിക്കോളും. ചെറിയൊരു വരുമാനം ഉള്ളിലേക്ക് വാങ്ങിക്കൊടുക്കണം. ഞാൻ ഓലെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ ലീഡറാ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ടേക്ക്. അങ്ങനെ ഓല ഷീട്ടാക്കിയിട്ട് ഓലോട് നിങ്ങൾ പ്ലാൻ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ട്, അവർക്ക് ഇറങ്ങണമെന്നുണ്ട്. നിന്റെ മുന്നിൽ വേടം പറഞ്ഞ പോലെ രംഗത്ത് ഇറക്കുവാൻ ആളില്ലായിട്ടാ. നമ്മള് രംഗത്ത് ഇറക്കണം, ഓലെ ഇറക്കണോ, ഇറങ്ങി കളിച്ചാൽ നമ്മള് വിജയിക്കും. ഓൽക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഉമ്മക്ക് ഇരുന്ന് കിട്ടൂലേ, ഉമ്മക്ക് ഉറപ്പല്ലേ. അതെന്താ വെച്ചാൽ ഇറങ്ങി കളിക്കാത്ത എന്താ വെച്ചാൽ ഇവർക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാത്ത കൊണ്ടാണ്. ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു അച്ഛനും മോനും ഉണ്ടേനും. അച്ഛൻ ഭയങ്കര കാട്ടിൽ വെടിവെക്കുന്ന ഒരാളാ. അപ്പോൾ മോൻ പറഞ്ഞു, അച്ഛാ ഇന്ന് കാട്ടില് ഞാനും പോയിരുന്നേ, വെടിവെക്കുവേ. വേണ്ട വേണ്ട, കുട്ടികളൊന്നും പോരണ്ട, ഞാൻ സ്വന്തം പോയി, അങ്ങനെ കാട്ടിൽ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. മോൻ നിർബന്ധിച്ച് ഞാനും പോയിരുന്ന അച്ഛാന്ന് പറഞ്ഞു. എന്നാ സാരല്ല, നീയും എൻ്റെ കൂടി പോരി കാട്ടിലേക്ക് എന്ന് പറഞ്ഞു. അച്ഛനും മോനും നല്ല കാട്ടിലേക്ക് പോകുന്നു. വെടിവെക്കും ഒരു സാധനം കാണുന്നില്ല.
അച്ഛൻ പറഞ്ഞു ഒന്നും കാണുന്നില്ല മോനെ, നമ്മൾ തിരിച്ചു പോവാന്ന് പറഞ്ഞു. അന്നേരം മോൻ പറഞ്ഞ് അച്ഛൻ നമ്മള് തിരിച്ചു പോണ്ട, നമ്മള് അച്ഛനൊരു കാര്യം ചോദിച്ച് വെടി വെച്ചങ്ങിട്ടേക്ക് ബെർമ്മം കൊണ്ടോട്ടേന്ന്. അതുപോലെ നിങ്ങൾ കാണുന്ന ആൾക്കാരോട് പ്ലാൻ പറഞ്ഞങ്ങിട്ടേക്ക് അത് കൊള്ളാണ്ടിരിക്കുവല്ല, എപ്പെങ്കിലും അവര് നമ്മളത്തേക്ക് വരും. നിങ്ങൾ പറയാത്ത നമ്മളിപ്പോ ഇന്ന ആളെ ആലിന്റെ അടുത്തുള്ള പുല്ല് എന്ന് പറഞ്ഞില്ല, ആൾക്കാർ ഈ കുറ്റം പറയാ ഓല് വരുവല്ല, വരും. ഇങ്ങനെ മാറ്റം കാണുമ്പോ ഓല് എന്തായാലും ഇറങ്ങി പുറപ്പെടും എന്നുള്ള ഒരു വിശ്വാസം. ഇന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരെല്ലാം എന്നെ വിളിക്കൽ തുടങ്ങി. ഞാൻ വന്നേരം പ്ലാൻ കൊടുത്ത ഒരാളാണ്. ഞാൻ നല്ലത് 95 കൊണ്ടുപോയത്. ആ കുടുംബത്തിലെ ഇനി ഓരോ ഉൽപ്പന്നങ്ങൾ കാണും, നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടോ, ഇതിൽ നിന്ന് പോകുന്നുണ്ടോ, നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, പൊട്ടിയിരിക്കുന്ന ആൾക്കാർ. അപ്പം അവരെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പൈസ വേണം നമ്മളെത്ത്, പൈസ എടുക്കണം. നമ്മള് ലൈഫിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, എന്തെങ്കിലും ഒരു വരുമാനം നിന്ന് നേടിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പോയി നമ്മൾ രാവിലെ ഓരോ സ്ഥലത്തും ഓരോ മീറ്റിംഗും ഓരോ കാര്യത്തിൽ നിങ്ങൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ ഇതിനുള്ള പണി നിങ്ങൾ എടുക്കണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ലേഡീസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെടാൻ പറ്റും. ആണുങ്ങളാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡയറി ഓലും വെച്ചിട്ട് ചില സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവൂലേ, ഓല നമ്പർ വാങ്ങി വെക്കണം. സതീഷ് സാറാണ് അത് ഇമ്മക്ക് ഇങ്ങനെ പറയാനും സംസാരിക്കണം. കാര്യങ്ങള് തെറ്റിക്കോട്ടെ, നമ്മളെല്ലാം ഇത് പഠിച്ചു വന്ന മൈ ലൈഫിൽ പഠിച്ചു വന്ന ആൾക്കാരൊന്നും അല്ല ഉണ്ടാവുക. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പരാത്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളത് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾ ഷട്ടർ താത്തിയിട്ട് ഉള്ളിൽ ഇരിക്കലോ നല്ലത്, അല്ലെ ഷട്ടർ പൊന്തിച്ചിട്ടും ജനങ്ങൾ കാണക്കൽ ഇരിക്കലോ നല്ലത്. ജനങ്ങൾ കാണക്ക് ഇരുന്നാൽ ആ കച്ചവടം വരും. അതുപോലെ ഇന്ന് വീഡിയോയിൽ വന്നതും വരാത്ത ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത്യാവശ്യം ഞാനും വരത്തില്ല, പണിക്ക് വേണ്ട ആൾക്കാരുണ്ടാവും. രാവിലെ 6 മണിക്ക് പണിക്ക് വന്നാണ്. വെറുതെ ഇരിക്കുന്നതാണെങ്കിൽ വീഡിയോയിൽ വരും, രണ്ട് അഭിപ്രായങ്ങളെല്ലാം പറയുക. എന്നാലാണ് നല്ലൊരു ബന്ധങ്ങൾ വരും. ഇപ്പൊ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് എനിക്ക് രക്ഷപ്പെടണം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ്. പക്ഷെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നും എല്ലായിട്ട് ഓരോ വർക്കായിട്ട് ഇങ്ങനെ പോവാ, പറയാ ജനങ്ങളോടൊക്കെ പറയാ, ആരാ നല്ല രണ്ടാള് വരുന്നവരല്ലേ നമ്മള് നിൽക്കണ്ടു, ആരാ വരുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല, അവസരം കൊടുക്ക്. ഇത് എവിടെയാ പൊടിച്ച് കാരുന്നെന്ന് അറിയൂല. ഇത് പൊടിച്ച് വലിയൊരു മരമായിട്ട് വളർന്നു കഴിഞ്ഞാൽ ആന കുത്തിയാൽ കൂടെ ആ മരം എഴുവല. അങ്ങനെ ആയിട്ട് നമ്മൾ ഓരോരുത്തർ വളരണം എന്നാണ് ഞങ്ങളോട് പറയുന്നത്. അതിന്റെ വിത്തുകള് പല സ്ഥലത്തും പോയിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വെൽഫിറ്റ് ഉമ്മക്ക് കിട്ടൂലേ. നമ്മൾ നാളത്തേല് വലിയൊരാളായിട്ട് മാറണം എന്നാ എൻ്റെ അഭിപ്രായങ്ങള്. ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞാനിത് വിട്ടു പോവില്ല, ഉറപ്പായിട്ട് ഞാൻ ഇറങ്ങിയതാ. പണം കിട്ടിയില്ലെങ്കിലും ഈ കൂടെ എനിക്ക് നല്ലൊരു ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം വെച്ചാൽ തീരെ കഴിവില്ലാത്ത ഒരാളാണ്. ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ എൻ്റെ ഇടവൽക്കാരനോട് ഷർട്ടെല്ലാം വാങ്ങിയിട്ടാ പോയത്. ഇന്നിപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ കാരി ചെല്ലുന്ന ഇൻസൈഡാക്കി മുൻപില് ഗ്ലാമർ കുറവാണെങ്കിലും ഉള്ള ഒരു അടിപൊളിയായിട്ട് കാര്യക്കുള്ളൂ. ഇടവൽക്കാര് ചെളി ഇവനെന്തേളി പണി, ഇവനെന്തേളി പണി. നാട്ടിലൊന്നും ഞാൻ പ്ലാൻ പറഞ്ഞിട്ടില്ല വെച്ചാൽ അറിഞ്ഞു വരും. ഇപ്പൊ ഓരോരുത്തർ വിളിക്കൽ നിങ്ങളെ പിയ്യാപ്പിളക്ക് എന്തെന്നാ പണി, എന്തോ മരുന്ന് വെക്കുന്നുണ്ടല്ലോ ഓല് പറയുന്നുണ്ട്. ഇപ്പം ഫോണിൽ കൂടെ ഞാൻ ഓലോട് ഇങ്ങനെ ലൈഫുണ്ടാവും. ഇതിപ്പം കൂടുതൽ ആദ്യം പറയാൻ നമ്മളൊന്നും പറയണ്ടെന്ന്. ഇതിപ്പം ജനങ്ങളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇത് എത്തിക്കഴിഞ്ഞ്. ഇനിയിപ്പൊ നിങ്ങളല്ല ഇതിൽ വന്നിരിക്കുന്ന ഞങ്ങളെല്ലാ ഭാഗ്യവന്മാരാണ്. നമുക്ക് ഒരു 100 ഉൽപ്പന്നം കൂടെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതെന്തെന്നാ നിങ്ങൾക്കും എനിക്കും പറയാൻ പറ്റൂല. വിഷമം അരി, ചായപ്പൊടി, പഞ്ചാര, മുളകളിലാണെങ്കിൽ നിങ്ങൾ ഐഡിയ നമ്പറും വാങ്ങിയിട്ട് ഒരു ഉൽപ്പന്നം വാങ്ങുന്നാണെങ്കിൽ നിങ്ങൾ അറിയാണ്ട് ജീവികാരും നിങ്ങൾ അറിയാണ്ട് വലിയ വലിയ റാങ്കിലെത്തും, വലിയ വലിയ വരുമാനം നിങ്ങൾക്ക് കിട്ടും. പിടിച്ചു നിൽക്കില്ലേ, കിട്ടേച്ച് പോകരുത്. ഇന്ന് ഈ വരുമാനം വരുന്നില്ല, ഫസ്റ്റില് വരുമാനം വന്നിക്കില്ല, ആർക്കും വരൂല. നമ്മൾ പൊടി കമ്പനി പറയുന്നത് 5 കൊല്ലം വരെ നിങ്ങൾ പിടിച്ചു നിൽക്ക്, 5 കൊല്ലം വരെ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കണം. 5 കൊല്ലം വരെ വലിയൊരു വരുമാനം നമുക്ക് ഉണ്ടാവില്ല. വലിയ വരുമാനം വരണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് തൊഴിഞ്ഞ് പോകണം. അതുവരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യണം. കൂടെ വന്നോലെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ മക്കൾ പോലെ നമ്മളെ കൊണ്ടുവെക്കണം. ഒരു കോഴിക്ക് 5 കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ പ്രസവിച്ചമ്പാട് ആ കോഴിക്കുഞ്ഞ് മക്കളെ ചെറിയ ഉള്ളിലാക്കി വെക്കുന്നില്ലേ, അതുപോലെ നമ്മൾ ഓർ1 ഓർ2 നമ്മളെ ആ മക്കളെ ചേർത്ത് പിടിക്കുക. ആ കോഴിക്കുഞ്ഞ് എന്നാണോ സ്വന്തമായിട്ട് ചിന്തി തിന്നാൻ പഠിക്കുന്നത്
അന്ന് മാത്രം അയച്ച് വിട്ടുപോകും. അതുപോലെ മൈ ലൈഫിലുള്ള ആൾക്കാർ നമ്മളോട് ചെയ്യുന്നത്, നമ്മളെ പണി പഠിപ്പിക്കാൻ അവർ വരും. ഇപ്പൊ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കല, മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് പണം വേണം, ഇതിനൊന്നും നമുക്ക് കഴിയല്ല. എവിടെ പോകാൻ, കോഴിക്കോട് മീറ്റിംഗ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ വരുമെന്ന് വെച്ചാൽ നമുക്ക് 100 പ്രശ്നങ്ങളുണ്ട്. ഞാനും ഇതെല്ലാം പറഞ്ഞു, വിടാപ്പലം പറഞ്ഞു, ഞാനിരുന്ന് ഒഴിവായതാ, ഈ വലിയ മീറ്റിംഗ് ഞാൻ പോയിട്ടില്ല. അങ്ങനെ പറഞ്ഞ് 5000 ഉറുപ്പ്യ ടിക്കറ്റ് എടുത്തിട്ട് അയാൾക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനും എൻ്റെ ഭാര്യയും പോയത്. അവിടുന്ന് എൻ്റെ ടീം വന്ന് 2 ആളെയും കൊണ്ടുപോയി ഓലെല്ലാം ഇട്ടേച്ചങ്ങ് പോയിക്ക്. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങല, ആര് പോയാലും പാവോട്ടിയിരുന്ന് പോവല. നിങ്ങളെ ലീൽ തന്നെ മാണമെന്നാണ് ഞാൻ പറയുന്നത്. വരുമാനമാണെ പിടിച്ച് നിൽക്കണമെന്ന്. പണ്ടത്തെ പോലെയല്ല. ഇപ്പം എന്നെ വിളിക്കാനും പറയാനും ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കുടുംബത്തിൽ എന്നെ തയഞ്ഞതാ, എനിക്ക് വരുമാനമൊന്നുമില്ല, എനിക്ക് ഓല മുന്നിൽ മഞ്ചില്ല. ഒരു കല്യാണത്തിൽ വരെ പോയി കഴിഞ്ഞാൽ മേശ കൊടുക്കാനും ഇല മുറിക്കാനല്ല ഞാൻ നിൽക്കുക. ഇപ്പൊ പരിപാടിക്ക് എന്നെ കിട്ടൂല. ഒരു പാലൂടെ ഉണ്ടോ, ഒരു കുട്ടികളെ പിന്നെ കുട്ടികളെ നമുക്ക് പിറന്നാൾ കഴിക്കാൻ അങ്ങനത്തെ ഒന്നും ഇപ്പൊ ഞാൻ പോക്കല്ല. മരിച്ച വീട്ടിൽ ആവശ്യത്തിന് പോകും, ഇല്ലെങ്കിൽ ചായ പകരാനും ആളെ കയ്യിൽ നിന്ന് ആടെ കൊടുത്തുന്ന കഥ പറയാനും. ഇപ്പൊ കമ്പനികൾ എനിക്കില്ല. ഞാൻ വൈകുന്നേരം വെള്ളമടിക്കാനും ബീഡി അടിക്കാനും ഇല്ലാത്തതുകൊണ്ട് കമ്പനി ഇല്ല. അതിനെ കൊണ്ട് എന്റെ കുറ്റവും പറഞ്ഞ് നടക്കുന്ന ഞാനിപ്പോ നമ്മളെ 3 ലക്ഷം ഇൻഷു കവറേജിന്റെ ഓരോ കമ്പനിക്കും വാട്സപ്പ് ചെയ്ത് എഴുതി കൊടുത്ത്, ഇതാ നിങ്ങൾ എന്റെ കുറ്റവും പറഞ്ഞു കുത്തിരുന്നോ, നാളത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, സംഭവിക്കാതിരിക്കട്ടെ, എനിക്ക് കമ്പനി തന്ന ഇതാ, നിങ്ങൾക്ക് എന്തെന്നാ കുറ്റം പറയുന്നില്ല. മരിക്കുന്നവരെ കുറ്റം പറയലുണ്ടാവുക. നമ്മളെ പോരായ്മ ഇഷ്ടം ഓൽക്ക് കാണുന്നുണ്ടാവും. ഓല പോരായ്മ പറഞ്ഞു കഴിഞ്ഞാലോ ഇതിനെക്കാട്ടിയും വലിയേക്കും. ഇപ്പം ആ കമ്പനിക്കാരെല്ലാം എൻ്റെ ഇങ്ങോട്ട് വരുത്തു തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങളെത്തും വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും. ഓല് പരിശോധിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ, നമ്മൾ എന്താവും, നമ്മൾ രക്ഷപ്പെടുള്ളി, ഇനി കുടുങ്ങിപ്പോയിട്ടുണ്ടാവുള്ളി. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, എങ്ങനെയായാലും ഓരോ റാങ്ക് എത്രയും പെട്ടെന്ന് മാറി 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 വലിയ റാങ്കിൽ നിങ്ങൾ എല്ലാവരും എത്തണം. പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ചില പോയിന്റ് എടുത്ത് പോവുക. വീട്ടിൽ ഓരോ മീറ്റിങ്ങിൽ വിളിച്ചിട്ട് ആൾക്കാരെ ചേർത്ത് പിടിക്കണം. ഓൽക്ക് അറിഞ്ഞൂടാത്തോണ്ടാന്ന് കുറ്റം പറഞ്ഞ് പുറത്തോട്ട് പോകുന്നത്. എന്നോട് എന്തെല്ലാം പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുമ്പോ വേറെ ചൊടിച്ചു പോയതാ ഞാൻ. സാറേ വീട്ടിൽ നിന്ന് എൻ്റെ മുകളിൽ നിന്ന് കുറെ ആൾക്കാരുണ്ടായിട്ട് എനിക്കിതൊന്നും നടക്കൂല, എനിക്ക് പ്ലാനൊന്നും പറയാൻ അറിഞ്ഞൂടാ. എന്തെന്ന് ഞങ്ങൾ പറഞ്ഞ തന്നെയല്ലേ പറയുന്നത്, ഇതവസ്ഥ, ഇത് നമ്മൾ ഒരുപാട് കേട്ടതല്ലേ. എനിക്ക് BP ഉണ്ടേനു. അപ്പൊ ഞാൻ ഇറങ്ങി പോന്നു. പിന്നെ എനിക്ക് തന്നെ തോന്നി എൻ്റെ എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട്. പിന്നെയും കാരിച്ചെന്ന്. പിന്നെ കാരിച്ചെല്ലുമ്പോൾ അവരെ മക്കളെ പോലെ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു തന്നു, വാവട്ടെ ഇതിങ്ങനെ ചെയ്യണം, ഓർ 1ൽ ഓർ 2ൽ 2 ആൾ വന്നാൽ നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം കിട്ടും, കട്ടിങ് അടിക്കും. ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ വരുമാനം എങ്ങനെ കിട്ടുന്നത്, എങ്ങനെ ഇത് വരുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കൽ തുടങ്ങി. ഇപ്പം ഞാൻ എന്ത് വെച്ചാൽ ഇങ്ങനെ ഇത് വരുമാനം കിട്ടുന്നത് ഞാനൊരു പേപ്പറിൽ വരച്ച് കാണിച്ചു കൊടുക്കും. ചില വീട്ടിൽ പ്ലാൻ പറയാനല്ല ഞാൻ നിൽക്കുക, വരുമാനം ജനങ്ങൾക്ക് പൈസ വേണം, അത് വെള്ള പേപ്പറിൽ നന്നായിട്ട് വരച്ച് കാണിച്ചു കൊടുക്കും. മാഷ് എന്നെ പഠിപ്പിച്ച മാഷ് എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാത്തിലും 0 മാർക്കല്ലടോ, ഇനി ഇപ്പൊ എന്തെന്നാന്നെല്ലാം ചോദിച്ചിട്ട് മാഷ വീട്ടിൽ ഞാൻ പോയിട്ട്, മാഷേ 0-ന് വിലയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചക്ക് 2,16,000 വട്ടത്തിലാവുന്ന കാര്യം നിന്ന് മാഷോട് അന്ന് പറഞ്ഞു കൊടുത്ത്, മാഷിക്ക് ഒരു കവചപ്രാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിത്താൻ കൊണ്ട കൊടുക്കും. ഒരു കവചപ്രാവശ്യത്തിനോട് പിടിച്ച് കാരണം നമ്മള്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ തീർത്ത് ഞാൻ ഈ കർക്കിടത്തില് പേറ്റ് മരുന്നാന്നും പറഞ്ഞിട്ട് കവചപ്രാവശ്യം കൊടുത്താണ് ഞാൻ ഇതിൽ വരുവാൻ തന്നെ. ഇതിൽ വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ കവചപ്രാവശ്യം വിറ്റിട്ടാണ്. ഇതിൽ ആളെ കൊണ്ടുവരണം, ഇങ്ങനെ വരുമാനം കിട്ടണമെന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഇനിയിപ്പം ഞാൻ മനസ്സിലാകുന്നത്, കുറച്ച് കവചപ്രാവശ്യം വാങ്ങണം, കുടുംബത്തിലെല്ലാം കൊടുക്കണം, പൈസ വാങ്ങണം. കൊടുത്തു കഴിഞ്ഞാൽ 1 ഉറുപ്പ്യ നമുക്ക് കിട്ടുമല്ല. നമ്മൾ ഉൽപ്പന്നം ഫ്രീ ആയിട്ടൊന്നും ആർക്കും കൊടുക്കേണ്ടേക്ക്. അങ്ങനെ നമുക്കൊരു ബന്ധങ്ങൾ വേണ്ട, ഇഷ്ടം വന്നാൽ മതി. നമ്മൾ പരീക്ഷിക്കുമ്പോൾ നമ്മൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി നമ്മൾ വാരി കൊണ്ടുവരുന്ന ഒരു വിചാരിക്കുക. അതിന് എങ്ങനത്തെ ആരും നിൽക്കണ്ടേക്ക്. ഇപ്പം പഠിച്ചതിനെ കൊണ്ട് എനിക്ക് ഇതിൽ വന്നതിനെ കൊണ്ട് കുറച്ച് വിദ്യാഭ്യാസം ഇങ്ങനെ നിങ്ങളോട് പറയാനും നിങ്ങളെ മുന്നിൽ വീഡിയോയിൽ വരാനും സംസാരിക്കാനൊക്കെ ഈ അവസരം തന്നത് ഈ കമ്പനിയാണ്. ഈ കമ്പനിയാണ് എന്നെ ഈ കോലത്തിലാക്കി കൊണ്ടുവന്നത്. ഇങ്ങനെ നിങ്ങൾ ഇന്നിപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നാളെ ഇതിനെ
ഉഷാറായിട്ട് നിങ്ങളോട് പറയണം, പഠിക്കണം, പഠിപ്പിച്ചു തരാൻ ആൾക്കാരുണ്ട്, ഇതിൽ രക്ഷിതാക്കളുണ്ട്, മാഷന്മാരുണ്ട്. നിങ്ങളെ തെറ്റ് എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ തെറ്റ് എൻ്റെ ഇത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അനിയനായിട്ടോ ഒരു ഏട്ടനായിട്ടോ എന്നെ നിങ്ങൾ കണക്കാക്കണം. ഞങ്ങളോട് പറയുന്നത് മൈലൈഫ് കുടുംബം വിട്ട് നിങ്ങൾ ആരും പോകരുത്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ നിങ്ങളെ മുന്നിൽ ആരാ വരുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ എഴുതി വെച്ച ഷീട്ട് ഒന്നുകൂടി പരിശോധിക്കുക. ഇഷ്ടംമാരികളുണ്ട്. നിങ്ങളെല്ലാം മനസ്സിൽ എന്തെന്നാണോ, ഇവൻ പറഞ്ഞ കൂടുവള്ളി, ഇവ ഇത് ഏറ്റെടുക്കുള്ളി, ആ ചിന്ത നിങ്ങൾ ഒഴിവാക്കുക. ഞാനിപ്പം ആദ്യം ഓരോരുത്തരോട് ഞാൻ ഇത് പൈസ വായ്പ വാങ്ങലുണ്ട്. എൻ്റെ വീട്ടിന്റെ ഇടവലത്തെല്ലാം പോയിട്ട് ഇപ്പൊ പരിപാടി ഞാൻ ഒഴിവായി കഴിഞ്ഞിട്ട് ഇന്നിപ്പൊ എനിക്ക് പൈസ ആണെങ്കിൽ എൻ്റെ ചെക്ക് നമ്മളെ പ്രൊഡക്റ്റുകളാ. 1000 ഉറുപ്പ്യമാണെങ്കിൽ പറക്കുമ്പോൾ നോക്കണം, ഇരിക്കുന്ന കൊമ്പ്. ഒരു 1000 ഉറുപ്പ്യ നമുക്ക് ആണെങ്കിൽ ഇത് എവിടെ കൊടുക്കണം, എവിടുന്ന് പൈസ വാങ്ങണം, ആദ്യം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പുറപ്പെടും. പോയി കഴിഞ്ഞാൽ ഓക്കെ ആ സംഭവം. നിങ്ങൾ ഒരു ഉൽപ്പന്നം കൊണ്ട് ഒരു വീട്ടിൽ മുറ്റത്ത് നിന്നിട്ട് ഇത് മാങ്ങുവള്ളി അങ്ങനെ നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മാങ്ങൂല. നിങ്ങളെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട്, ഈ പേസ്റ്റർ കൊടുത്തിട്ട് ഇതിന്റെ പൈസ എനിക്ക് കടന്ന് വാങ്ങണം, ഇല്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് അവരെ കൊണ്ട് ഐഡിയ അടുപ്പിക്കണമെന്ന് ഒരു ചങ്കൂറ്റം നമുക്ക് ഉണ്ടാകണം. നമ്മൾ തളർത്ത കച്ചവടക്കാരാണ്. കച്ചവടത്തിന് പല തന്ത്രങ്ങൾ ഉപയോഗിക്കണം. ഞാൻ ഉത്സവപ്പറമ്പിൽ ബലൂണൊക്കെ വെക്കാൻ പോകും. ബലൂണം വെക്കുമ്പോൾ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കും, ചെറിയ പൈസക്ക് തരുമെന്ന് ചോദിക്കും. ചില ആൾക്കാർ ഇത്ര ചെറിയ പൈസക്ക് ഇത്ര വലിയ പൈസ അതിനെന്ന് ചോദിക്കുമ്പോൾ ഉത്സവപ്പറമ്പ് കച്ചവടം ചെയ്യുമ്പോൾ അതിനും നല്ല സബൂറുമാണ്. ഒരു ദിവസം ഞാൻ ഉത്സവപ്പറമ്പിൽ ബലൂണം വെക്കാൻ പോകുമ്പോൾ 6 മണി ഇട്ടിട്ട് 7 മണി വരെ എനിക്കൊരു ഉറുപ്പ്യ കിട്ടിയിട്ടില്ല. അപ്പൊ എൻ്റെ മനസ്സിലൊന്ന് തോന്നി, ആരും ബലൂണും വാങ്ങുന്നില്ല. ഒരു 10 ബലൂൺ ഞാൻ വേഗം വീർപ്പിച്ച് അവിടുന്ന് എൻ്റെ ചെറിയൊരു ഫോണാണുള്ളത്. ആ ഫോൺ കോളിൽ വെറുതെ ഒരു വിളി, ഇതാ ഞാൻ അടുത്ത ഉത്സവപ്പറമ്പിലേക്ക് വരുന്നതാണ്, ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതാണ്. അതൊരു ചെറിയ കുട്ടി കേട്ടിക്കള്ളും. പിന്നെ എല്ലാ കുട്ടികളും അമ്മമാരോട് പറഞ്ഞ് അയാൾ ബലൂൺ എടുത്ത് പോന്നാണ്, വേഗം വാങ്ങണമെന്ന്. എല്ലാവരും പെട്ടെന്ന് വാങ്ങി. 10 അങ്ങ് തീർന്ന്. 10 തീർന്നേരം പിന്നെയും ഞാൻ വീർപ്പിച്ച് അവിടുന്ന് എത്രയും പെട്ടെന്ന് ഒരു 3 ഉറുപ്പ്യന്റെ കച്ചവടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ട്രിക്ക് ഉപയോഗിക്കണം കച്ചവടത്തിന്. ഒരു ഉൽപ്പന്നം കൊടുക്കുമ്പോൾ പേസ്റ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കെട്ടിക്കെടുക്കുന്നെന്ന് പറയണ്ട, ഇത് നിങ്ങളെ ഇന്നത്തെ പേസ്റ്റിന്റെ ഭാഗ്യമായിരുന്നാണ്, ഇതിന്റെ ഗുണം ഇത് ഉപയോഗിക്കുക, എന്നിട്ട് ഇതിന്റെ റിസൾട്ട് എന്നോട് പറ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം അങ്ങോട്ട്. നിങ്ങൾ നടത്ത കളി നമ്മളെ കച്ചവടക്കാർക്ക് കുറവ് പറ്റൂല. കച്ചവടക്കാർ ഡീസന്റ് ആയിരിക്കണം. ഇന്നലെ വരെ നമ്മളെ നാട്ടുകാരുടെ കയ്യിലേക്ക് പണം കൊടുത്തതാ, പണം നമ്മളെ കയ്യിലേക്ക് വരണം, എന്നാലും നമ്മൾ പണക്കാരനാവും. ഇന്ന് കച്ചവടം ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് പണം ഉള്ളൂ. ഇല്ലാത്ത ആൾക്കാർ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വെച്ചതാണ്. ഞാൻ കൂലിപ്പണിക്ക് കഴിഞ്ഞ് വരുമ്പം കുറ്റിയായിരുന്നു ഓട്ടോറിക്ഷയും കഴിഞ്ഞ് വരുമ്പം എൻ്റെ കയ്യിൽ മാറ്റി വെക്കുക 1 ഉറുപ്പ്യ പോലും ഉണ്ടാവില്ല. നല്ലൊരു ഷർട്ട്, നല്ലൊരു മുണ്ട് എനിക്ക് ആയിക്കില്ല ഇതുവരെ. പുരക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. കല്യാണത്തിന് പോവാൻ എൻ്റെ ഞാൻ പോണു, ആസ്പത്രിയിൽ പോകണ ഞാൻ പോണു, പെങ്ങന്മാരെ വീട്ടിൽ നിന്നൊക്കെ വേണേ ഞാൻ പോണു. എവിടെ എൻ്റെ ഇതിനൊക്കെ പൈസ. ഇപ്പം മൈ ലൈഫിൽ വന്ന് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ല അവസരം കിട്ടിയത് എന്ത് പൈസക്ക് ചോദിക്കണ്ട, ഓരോ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വട്ടച്ചെലവിനുള്ള പൈസ നമ്മളെ ഇതുവരെ ഒരു കുറ്റം പറയാത്ത ഉൽപ്പന്നങ്ങളാണ്. അത് പറഞ്ഞു കൊടുക്കണം. ചില ഉൽപ്പന്നം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ബൈക്ക് നമ്മൾ പോവല്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ഒഴിവാകട്ടെ എന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഒഴിവാകലല്ല, അവരെ പറഞ്ഞതിൽ കൊണ്ടുവരണം. നമുക്ക് കയ്യിലേക്ക് പണം വരണമെങ്കിൽ അവർക്ക് ഇതിന്റെ സാധ്യത അറിഞ്ഞില്ല. ആ പറഞ്ഞ് ഇരുന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആരാ കൊണ്ടുവന്നത് അവരെ കൂട്ടിപ്പോണം. അവരെ കിട്ടിയിക്കില്ലേ, അതിന്റെ മേലോട്ടുള്ള ആൾക്കാർ വരുന്നേ. ഇതിലെല്ലാവരും നിങ്ങൾ റെഡിയാ, മേലോട്ടുള്ള ഓക്കെയാണ്. വിചാരിച്ചു വെച്ചാൽ ഇനിയിപ്പം ആദ്യം ഞാൻ ചെറിയ ആൾക്കാരോടൊന്നും പറയല്. ഇപ്പൊ ഞാന് കൊമ്പന്മാരെയാ പിടിക്കുന്നത്. 2,10,000 കിട്ടിയ ലീഡർക്ക് സ്റ്റാർട്ടിങ്ങിലെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് വരാത്തൊരാളെ ഞാൻ പോയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയാള് പ്ലാന് കൊടുത്ത് അയാൾ പൊരുവല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വന്തം പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ടീം വർക്കാണ്, നിങ്ങളിലൊന്ന് കാര്യം നിൽക്ക്, ബാക്കി ഞാൻ ആയിക്കോളും. 15,000 ഉറുപ്പ്യന്റെ ഐഡിയ അടിച്ച് അയാൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. വർക്ക് ചെയ്തതിന് പൈസ പറഞ്ഞ് വാങ്ങാനാവില്ല. മതം പൊട്ടി ആനയെ നമുക്ക് നിപ്പിക്കാൻ പഠിക്കണം. ഇതിൽ വന്നിട്ട് സാധുവായിട്ട് വയ്യോട്ട് നിന്നിട്ടും കാര്യമല്ല. ജനങ്ങളായിട്ട് എങ്ങനെ നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ നമ്മളെ കയ്യിലേക്ക് പണം വരും.
അപ്പൊ എനിക്ക് ഒന്നുകൂടി ഞാൻ പറയാം, ഈ അവസരം എനിക്ക് തന്നിക്കില്ലെങ്കിൽ ഇന്നിപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ തവളേനെ കാണില്ല, മൂലയിപ്പോയി തുള്ളി തുള്ളി വരുന്ന ആ മൂലയിൽ ഇങ്ങോട്ട് വരും കളി കളിക്കുന്ന ഞാനാണ്. ഇന്ന് എനിക്ക് ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് സുഹൃത്തുക്കളും ഈ മൈ ലൈഫ് കുടുംബത്തിലുണ്ട്. ഇപ്പം നാളെ ഇപ്പം ഞാൻ ഇല്ലാതായിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നോമിനി ആയി വെച്ച എൻ്റെ ഭാര്യനാണ്. അവർക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് ഓക്ക് ഇതിനെപ്പറ്റി എന്തെന്നാ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ വന്നിട്ടില്ല. ആക്ച്വലി ചില പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കാര്യമില്ല. കാരണം പിന്നെ ഇതങ്ങ് തിരിയും. ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് നാളെ നമ്മൾ മണ്ണ് വിട്ട് പോകുമ്പോൾ ഈ ഭർത്താവ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടല്ലേ, മഴ കൊണ്ടിട്ടല്ലേ, വെയിൽ കൊണ്ടിട്ടല്ലേ, ഇത്രയും കഷ്ടപ്പാടിന് വരുമാനം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇതുവരെ ഇപ്പം ആർക്കും മനസ്സിലാകുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ കൂടെ മീറ്റിങ്ങിന് പോരണമെന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ കൂട്ടാൻ റെഡിയാണ്. വെച്ചാല് ജീവിതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് വെച്ചാല് നമ്മൾ ഒരു വരുമാനം ഇല്ലാണ്ട് വന്ന ആൾക്കാരാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഏട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്. ഇതിൽ നിന്നിട്ട് എന്തെങ്കിലും ആയിപ്പോളി, ഈ ഇവൻ കണിഞ്ഞു പോയി, ഇതിൽ നിന്ന് ഒഴിവാവോളി, ഇങ്ങനെല്ലാം ചിന്തിക്കാക്കിയിട്ട് അത് നമ്മൾ ഇവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും വരുമാനം നമ്മളിലേക്ക് നേടിയെടുക്കണം. ഇപ്പം ചെറിയ വരുമാനം നമുക്ക് വരും. മുന്നോട്ട് നമുക്ക് നല്ല നല്ല മാറ്റങ്ങളും നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഇറങ്ങാനുണ്ട്. നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജീവിതത്തിൽ നമ്മളെ ജീവിതം മാറ്റിമറക്കണം. നമ്മൾ കച്ച കെട്ടി ഇറങ്ങിയ ആൾക്കാരാണ്. അംഗം കുറിക്ക് എന്നമാണ്. വാള് വീശേണ്ട അടുത്തിൽ വാള് നമ്മളെ വീശണം. വാള് മുറിഞ്ഞു കഴിഞ്ഞാലും വേറെ വാള് തിരെ നമ്മളെ കൊണ്ടുപോകുന്ന ലീഡർമാരുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും ഇതിൽ ഇറങ്ങി അങ്ങോട്ട് പുറപ്പെടണം. കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ഇന്ന റാങ്കിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഏറ്റവും വലിയ റാങ്കിലേക്ക് ഇനിയും ഞാൻ കുതിച്ച് കാര്യം ചെയ്യും. എന്ത് ചിലവിടത്തം വരെ പോകും. ഇനിയിപ്പോ ദൂരോട്ടെല്ലാം പോവാൻ നോക്കാം ഞാൻ. നമ്മൾ പൊരേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കുട്ടീനെ അങ്ങോട്ട് കളിക്കുന്നത് ചുറ്റിക്കഴിഞ്ഞാലും നമുക്ക് ആളുണ്ടാവുമല്ല. ദൂരോട്ടൊക്കെ പോയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കണം, ദൂരോട്ട് വലിയ ടീം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു ആള് കിട്ടിയാൽ ഒരു നാട്ടില് അത് നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങി പുറപ്പെടണം. ഒരു ദിവസം കൂട് വിട്ടാൽ മറ്റൊരു കൂട് എന്ന് പറയുമ്പോൾ കൂട്ടിൽ നിന്ന് ഇറങ്ങണം നമ്മൾ ഒരു ദിവസം. എന്നിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്തിന് കണക്ഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ അതിൽ കൂടെ ആരാ വരുന്നത്, ഈ മുഖാനം പോലത്തെ ഒരാൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരായില്ല ഇങ്ങനെ ഏടുന്ന കത്തിക്കാരെന്ന് അറിയൂല. പിടിച്ചിരുന്നാല് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ജീവിതം മാറ്റിമറിക്കാൻ തന്ന നമുക്ക് വലിയൊരു അവസരമാണ്. ഈ അവസരം ആരും കൈവിടരുത് എന്നാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും. ഇപ്പം വരുമാനം ഇല്ലാത്തൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വരുമാനം വരും. നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാ മാണ്ടും നമ്മളെ ജീവിതം മാറ്റിമറിക്കാന്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ജീവിതത്തിൽ. പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. പൊരേ കൊണ്ടാകും, കല്യാണത്തിനുണ്ടാവും, പായറ്റുണ്ടാവും. ഇതെല്ലാം ഉള്ളവനാ ഞാൻ. എന്നിട്ടോ ഞാനിത് ഒഴിവാക്കൂല. അതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. നമ്മളെ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാനാവൂല. നിങ്ങൾ മൈലൈഫിലുള്ള ഓരോരുത്തരും ഒരു ബോട്ട് വാങ്ങി വിചാരിച്ചോ. ആ ബോട്ട് നമ്മൾ കടലിലേക്ക് ഇറക്കുന്ന അന്നേരം അങ്ങ് ഒരു തിര വരുന്നത്. അപ്പം കൂടെ ഉള്ളവൻ പറയുന്ന ഒരു തിര വരുന്നുണ്ട്, ബോട്ട് ഇപ്പൊ ഇറക്കണ്ട, ആ തിര അങ്ങ് പോട്ടെ. പിന്നെ നമ്മൾ ബോട്ട് കടലിലേക്ക് പിന്നെയും ഉന്തു, പിന്നെയും തിര വരും. അന്നേരം ഒപ്പരുള്ളവൻ പറയാ ഇറക്കല്ല, പിന്നെയും വരുന്നുണ്ട് തിര. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ. ആ തിരേന്റെ മുകൾക്കൂടങ്ങൾ ബോട്ടങ്ങ് ഇറക്കിക്കൊള്ളി. അതുപോലെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ നോക്കണ്ട. പ്രശ്നങ്ങൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഇറങ്ങി അങ്ങ് പുറപ്പെട്ട തിരേന്റെ മുകൾ കൊടുത്തുന്ന ഞാൻ ഇറങ്ങിയൊരു ഭാഗമായിട്ടാണ് ഇന്ന് ATS റാങ്കിൽ അങ്ങ് എത്താൻ കഴിഞ്ഞത്. എത്രയും അടുത്ത റാങ്കിൽ എത്തണം, വിജയിക്കണം. നിങ്ങളെപ്പോലെ തന്നെ നല്ലൊരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കടിക്കുന്ന നായ്ക്ക് തലമണ്ടാന്നാ പറഞ്ഞു. ഭർത്താനം മാണ്ടുന്നു. ഈ ഭർത്താനം പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞങ്ങ് മനസ്സിലാക്കി. ഞാൻ പ്ലാനൊന്നും ഞാൻ കൊടുക്കലില്ല. ഞാൻ 2 or 3 വീട്ടിൽ പോയിട്ട് നമ്മളെ റിസൾട്ട് മാത്രമാണ് എൻ്റെ പ്ലാന്. ഇത് കഴിച്ച് വിജയിച്ചോ ഞാനൊരു യൂറിക് പ്രഷർ ലിക്വിഡ് കൊടുത്തിട്ട് മൂത്രത്തിൽ കല്ല് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഒരു വീട്ടിൽ പോയിട്ട് കല്ല് കാണിച്ചു നിൽക്കുന്നുണ്ട്. അയാള് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം ഉറുപ്പ്യ കെട്ടി വെച്ചു കൊടുക്കണം സർജറിക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, 2-3 മാസം അനങ്ങാണ്ട് കിടക്കേണ്ടി വരും. അയാൾ കല്ലും പോയിട്ട് വിറ്റെന്ന് അയാളെ ജോലിക്ക് പോയിക്കുന്നു. ഇത്രയും നല്ല ഉൽപ്പന്നം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, മോഹൻലാൽ പറഞ്ഞല്ലോ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തണ്ടി നടത്തുന്നെങ്കിലേ, നമ്മളെ കയ്യിൽ നല്ല ഉൽപ്പന്നം വെച്ചിട്ട് നിങ്ങൾ എന്തിനാ പ്രൈവറ്റ് ആസ്പത്രിയിലേക്ക് പായുന്നത്? ഉപയോഗിക്കുക. എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കഴിവും കപ്പാസിറ്റിയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളോട് നാളെ ഉണ്ടാവും. ഇംഗ്ലീഷ് മരുന്ന് തിന്ന് മരിക്കുന്ന ഒരുപാടുണ്ട്. ജനങ്ങൾക്ക് ലോട്ടറിക്ക് ഒരാൾ രോഗീനെ കിട്ടുവാൻ കളിക്കുന്ന
ഇല്ല നമ്മളെന്ത് ചെയ്യും, ബുക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കണം. വെറുതെ എന്നെ മുട്ടുവേന കണ്ടൊക്കെ തൈലം വാങ്ങിപ്പേട്ടു നോക്കുക. നമ്മൾ ഉൽപ്പന്നം പരീക്ഷ കൊടുക്കണം. അവർക്ക് അവന്റെ ഗുണനിലവാരം പറഞ്ഞു കൊടുക്കണം. ഒരു കഫനിൽ എന്തെല്ലാം ഉണ്ട് അടങ്ങിക്ക് അത് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? ആ പറഞ്ഞാൽ ഒരു ഓക്കെയാണ്. ഇതിൽ എന്തെന്നാ ഞാൻ ചോദിച്ചു, എന്നോട് ഇല്ലാണ്ടപ്പം ചില വീട്ടുകാർ ചോദിച്ചിക്ക് ഇത് ആയുർവേദ ഉൽപ്പന്നങ്ങളാണ്, തുളസി ചപ്പിട്ട് ആവി ഒഴിച്ചിട്ട് ആരെങ്കിലും മരിച്ചു പോയിക്കോ, ഇതെന്ന് തുടങ്ങിക്ക് അങ്ങനത്തെ ഉൽപ്പന്നങ്ങളല്ലേ. ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് എത്ര ആള് മരിച്ചു പോയിക്കുണ്ട്. നമ്മളെക്കാട്ടും പഠിപ്പും കഴിവുള്ള ഡോക്ടർമാർക്കാ വലത്തെ കാലിന് ചെയ്യേണ്ട ഓപ്പറേഷൻ ഇടത്തെ കാലിന് ചെയ്യുന്നില്ലേ? അതിലും വലിയതാ നമ്മളെന്താ പക്ക ആയുർവേദ അല്ലേ? ഈ ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ കമ്പനി നിങ്ങളോട് പറയോ എന്നിട്ട് തൈലം തീർന്നു വയ്ക്കുന്നുണ്ട്, നിങ്ങൾ കുർത്തോട്ടിന്റെ പേരും പറിച്ച് വരണം, എന്നാലാ ചാമ്പി തൈലം ഉണ്ടാക്കും, നിങ്ങളവിടെ നിന്ന് വിളിച്ചു പറയലുണ്ടോ? നിങ്ങൾ ഓക്കെയാന്നാ, കമ്പനി എല്ലാം റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് പോരേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ അടുത്ത് ഇപ്പൊ നടകൊണ്ട് വരും, നമ്മുടെ നാട്ടിലെല്ലാം വരുമെന്ന്. ഇതിപ്പം മാവേലി സ്റ്റോർ വരുമല്ല, നമ്മളെ നാട്ടിലെല്ലാം വലിയ വലിയ സ്റ്റോർ വരാൻ പോവാ. നിങ്ങളിന് അങ്ങൊന്നും പാടേക്ക്. നിങ്ങളെ ഐഡിയന്റെ നമ്പർ എഴുതി നിങ്ങളെ കുട്ടികളെ തങ്ങ് കൊടുത്താൽ മതി, നിങ്ങളെ വീട്ടിലെത്തിക്കും. ഇതിപ്പോ ഈ ഐഡിയ അടിച്ച ആൾക്കാരെത്തി ഓരോരുത്തർ ഇപ്പം വരുത്തു തുടങ്ങുന്ന ഞാൻ പറയുന്നത്. നമ്മളെ കൂടെ വരാൻ ഒരുപാട് ആൾ തയ്യാറാകുന്നുണ്ട്. പല കമ്പനിയിൽ നിന്നും പൊട്ടിപ്പോയിട്ട് മൈലൈഫിലാവും. എനിക്കൊരു ഉറപ്പുണ്ട്, വലിയ വിദ്യാഭ്യാസവും കാര്യമൊന്നും എനിക്ക് ഇല്ലെങ്കിൽ നെറ്റ് മാർക്കറ്റിൽ ഏറ്റവും ചെയ്യുക ഫസ്റ്റിലെത്തുന്ന കമ്പനി നമ്മളെ തന്നെയാക്കും. അത് വേറൊരു ഞാൻ അതിൽ വന്നിട്ട് പറയുന്നല്ല, അത് നമ്മളെ കമ്പനി കഴിച്ചിട്ടേക്കും ബാക്കിയുള്ള കമ്പനി എല്ലാവരും നമ്മളെ കൂടെ വരും. നിങ്ങൾ നോക്കിക്കോളി. നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളെ നോക്കി ചിരിക്കുന്നതും കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ നാളെ നമ്മളെ ആൾക്കാരായിട്ട് മാറും. അതിനെ കൊണ്ട് ജനങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കണ്ട. ജീവിതത്തിൽ ഞാനും കഷ്ടപ്പെട്ട അത്രയൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ കട്ടപ്പോലെ ജീവിതമാണ്. കരയാൻ കണ്ണീര് എനിക്കില്ല, കരഞ്ഞില്ല മണ്ടപ്പോ തീർന്നു പോയതാ. എനിക്ക് കരിയാനില്ല. ഞാൻ കരയാൻ തോന്നിയാലും കരയല്ല, ഞാൻ കണ്ണീരുണ്ടാവില്ല. അത്തിരും എൻ്റെ പോലെ ഞാൻ കഷ്ടപ്പെട്ടതാ. നനഞ്ഞുകൊണ്ട് കിടന്നിട്ടുണ്ട്, ഉടുത്ത മുണ്ട് കഴിച്ച് നനഞ്ഞ മുണ്ട് കഴിച്ചിട്ട് ചോർന്നിട്ട് വെള്ളയിറ്റിട്ട് ഞാൻ പൊതച്ച് കിടന്നിട്ടുണ്ട്. എന്നിട്ട് ആ മുണ്ട് പിഴിഞ്ഞ് ഉടുത്ത് ആറിയിട്ട് ഞാൻ എന്ത് ചെയ്യാ, റോഡുമേ പോണെങ്കിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു കാലുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് അത്രയും ഞാൻ കഷ്ടപ്പെട്ടതാ. ആരോട് പറയാനാ, എന്ത് പറയാനാ? എൻ്റെ ജീവിതം അങ്ങനെയാന്ന്. പുരയില്ല വാങ്ങിത്തരും. ഇവിടെ കഴിവുണ്ടെങ്കിലല്ലേ നമുക്ക്. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ചെരുപ്പ് ചാട്ടിയിട്ടാൻ പോയില്ല. കല്യാണത്തിന് ഷർട്ടും മുണ്ടും ഇല്ലാണ്ട് കല്യാണത്തിന് പോകാണ്ട് പുരയെ കുത്തുന്നു എത്രയോ ദിവസങ്ങളുണ്ട്. പക്ഷെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ പോകും നമുക്കില്ലേ ചെറിയ മനുഷ്യ. എൻ്റെ ജീവിതത്തിൽ ഒരു അടിച്ചു പൊളി നടക്കുവാൻ എനിക്കായില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പം തന്നെ 50 വയസ്സ് എനിക്കായി. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഏടെ ഞാൻ പോയിട്ടില്ല. ഞാൻ മൈ ലൈഫിൽ വന്നപ്പോ എനിക്ക് ഇരുന്ന് നല്ലൊരു ടൂറ് കിട്ടി കൊടൈക്കനാലിലേക്ക്. അതിൽ എൻജോയ് ചെയ്യാൻ എൻ്റെ ഏട്ടന്മാര്, എൻ്റെ അനിയന്മാര്, എൻ്റെ പെങ്ങന്മാര് എല്ലാവരും ഉണ്ടായിരുന്നു. ഈ മൈ ലൈഫ് കുടുംബം ഞാൻ വിട്ടു പോകില്ല. എനിക്ക് നല്ല അടിച്ചു പൊളിക്കാൻ പണത്തിന് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ എൻ്റെ കുടുംബക്കാരെക്കാട്ടി കൂടുതൽ സ്നേഹിക്കാൻ മൈ ലൈഫിലുള്ള നിങ്ങളെല്ലാം എനിക്കുണ്ട്. എനിക്ക് നിങ്ങളെ മുന്നിൽ എന്ന് പറയാൻ ബാധ്യസ്ഥനല്ല ഞാൻ. എന്നെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടിട്ടെന്നത് എൻ്റെ പ്രതീക്ഷയാണ്. എനിക്ക് നിങ്ങളെപ്പോലെ വിജയിക്കണം ഉള്ള വലിയൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഞാൻ ഇതിൽ പിടിച്ചു ഉയർച്ചയിൽ